ബ്രെട്ടൺ വുഡ് സിസ്റ്റം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നോക്കാം. ബ്രെട്ടൺ വുഡ് സിസ്റ്റം, അത് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണിറ്ററി ഇന്റർനാഷണൽ മോണിറ്ററി അഗ്രിമെന്റ് ആണ്. അത് കറൻസി എക്സ്ചേഞ്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ളതാണ്. ഇപ്പം പല നേഷൻസിന്റെ കറൻസീസ്, ആ കറൻസീസ് എന്ന് പറയുന്നത് US ഡോളറിനെ ബേസ് ചെയ്തായിരിക്കും ഒരു കറൻസി എന്താണ് അതിന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. US ഡോളറിന്റെ തന്നെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അത് പ്രൈസ് ഓഫ് ഗോൾഡുമായിട്ടായിരിക്കും പെഗ് ചെയ്തിട്ടുള്ളത്. പെഗ്ഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റൊരു എന്താണ് കറൻസി വാല്യൂമായിട്ട് ടൈ ചെയ്യും. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഇത്ര ഇതിന് ഇക്വലന്റ് എന്നുള്ള രീതിയിൽ, ഇപ്പം ഇന്ത്യൻ റുപ്പി $1 ഇത്രയും ഇന്ത്യൻ റുപ്പി നമ്മൾ കൊടുക്കണം, $1 കിട്ടണം എന്ന് പറയത്തില്ലേ. സോ അതാണ് ഈ പെഗ്ഗിങ് അല്ലെങ്കിൽ പെഗ്ഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് ബ്രെട്ടൺ വുഡ് സിസ്റ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലോബൽ എക്സ്ചേഞ്ച് റേറ്റ് അതിന്റെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പം ഗോൾഡ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്താണ് ബ്രെട്ടൺ വുഡ് സിസ്റ്റം ഉള്ളത്. ഈ സിസ്റ്റം എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് ഏകദേശം 44 കൺട്രീസ് 1945 1973 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത് എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഏകദേശം 44 കൺട്രീസ് അതിന്റെ ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. സിസ്റ്റം എന്തുകൊണ്ടാണ് കൊളാപ്സ്ഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, US ഡോളറിനെ ബേസ് ചെയ്താണല്ലോ മറ്റു കറൻസീസിന് നമ്മൾ വാല്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ US ഡോളറിന് അതിന്റെ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെന്താണ് ഈ കൊളാപ്സിന് കാരണം എന്നൊക്കെ നമ്മൾ പറയും. ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റർനാഷണൽ മോണിറ്ററി അറേഞ്ച്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, റെഗുലേഷൻ ഓഫ് ഗ്ലോബൽ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ്, അതും പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് നമ്മുടെ ബ്രെട്ടൺ വുഡ് എഗ്രിമെന്റ് വരികയും എന്താണ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ മുന്നോട്ട് വെച്ച് വന്നത്. ജൂലൈ 1 1944 ഏകദേശം 730 ഡെലിഗേറ്റ്സ്, അതും 44 കൺട്രീസിൽ നിന്നുള്ള 730 ഡെലിഗേറ്റ്സുകൾ പങ്കെടുത്ത് ഒരു UN കോൺഫറൻസ്, അതായത് യുണൈറ്റഡ് നേഷൻ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസിൽ പങ്കെടുത്തു. അത് ബ്രെട്ടൺ വുഡിൽ വെച്ചായിരുന്നു. അതായത് ഒരു പുതിയൊരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് സ്ട്രാറ്റജി, നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായ ഒരു ഇമ്പാക്ട്, അത് ക്രിയേറ്റ് ചെയ്ത ഒരു ബാഡ് ഇഫക്ട്സുകളൊക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം. സോ അതിനൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് സ്ട്രാറ്റജി അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കോൺഫറൻസിന്റെ ലക്ഷ്യം. അപ്പം 1945 ഡിസംബറില് ഈ ബ്രെട്ടൺ വുഡ് എഗ്രിമെന്റ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫോർമേഷന് കാരണമായി. ഒന്ന് നമുക്കറിയാം, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതായത് എന്താണ് IBRD-യും അതുപോലെ നമ്മുടെ IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF-ന്റെയും എന്താണ് ഫോർമേഷന് കാരണമായി. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വേൾഡ് ബാങ്കിന്റെ ഒരു ലെൻഡിങ് ആം ആണ്. ഒരു ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇന്റർനാഷണൽ ട്രേഡും ഫിനാൻസ് നമ്മുടെ നേഷൻസിനെ ഫിനാൻസ് ചെയ്യുക, അതിലെ ഗ്രേറ്റ് റോൾ തന്നെയാണ് ഉള്ളത്. വേൾഡ് ബാങ്ക് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ അതിൽ നിന്നൊരു റിക്കവറി അതിനുവേണ്ടി സഹായിക്കുന്നതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് റെഗുലേറ്റ് ഗ്ലോബൽ എക്സ്ചേഞ്ച് റേറ്റ്, IMF റെഗുലേറ്റ് ചെയ്യുന്നു. ആൻഡ് IMF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇക്കണോമിക് കോർപ്പറേഷൻ, ഇന്റർനാഷണലി ഉള്ള ഒരു ഇക്കണോമിക് കോർപ്പറേഷനെ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോൺഫറൻസിന്റെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മെക്സിക്കോ, കാനഡ, ഇന്ത്യ ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, എന്താണ് ചെക്കോസ്ലാവിക്ക, പിന്നെന്താണ് അങ്ങനെ ബ്രസീല്, ഒരുപാട് ആക്റ്റീവ് മെമ്പർ നേഷൻസ് ഇതിലുണ്ട്. ഇതൊന്ന് നോക്കുക. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോണിറ്ററി വാല്യുവേഷൻ, അതിന്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. സ്റ്റെബിലൈസിങ് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതായിരുന്നു. അതുപോലെ ഇക്കണോമിക്കലി, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇക്കണോമിക്കലി എന്താണ് തകർന്നിട്ടുള്ള നേഷൻസ്, കൊളാപ്സ്ഡ് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള നേഷൻസ് ഉണ്ടായിരിക്കും. സോ അവരെയൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ സഹായിക്കുക. 44 കൺട്രീസ് ആണ് നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ വുഡ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അവരൊരു
അവർ പെഗ് അവരുടെ കറൻസീസ് US ഡോളറിനെ ബേസ് ചെയ്ത് പെഗ് ചെയ്യാനായിട്ട് അവര് എഗ്രി ചെയ്യുകയും US ഡോളർ അവരെന്താണ് ഗോൾഡിന്റെ പ്രൈസിൽ ബേസ് ചെയ്ത് ഫിക്സ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഡോളറാണ്? $35 ആണ് കേട്ടോ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തു. ആ സമയത്ത് US ഡോളർ ഇന്റർനാഷണൽ റിസർവ് കറൻസി ആയിട്ട് അന്ന് അംഗീകരിക്കപ്പെട്ടു. ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പ്രൊവൈഡ് ചെയ്തു. റേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണെന്ന് ഓർക്കുക. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർനാഷണൽ മോണിറ്ററി പേയ്മെന്റ്സ്, അത് കറൻസി കൺവേർഷനിലൂടെ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മോണിറ്ററി പേയ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരിക. ദെൻ ബ്രിട്ടൻ വുഡിന് ശേഷം എന്താണ് അലൈഡ് കൺട്രീസ് ഒരു തരത്തിലുള്ള എന്താണ് കൺട്രോളും ഇന്റർനാഷണൽ പേയ്മെന്റ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് സിസ്റ്റത്തിൽ വെച്ചിരുന്നില്ല. കാരണം ഈ ഒരു അഗ്രിമെന്റിന് ശേഷം. ഇനി എന്തുകൊണ്ടാണ് ബ്രിട്ടൻ വുഡ് അതിന്റെ ഒരു കൊളാപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം 68-73 ബ്രിട്ടൻ വുഡ് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക് വേയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. US പ്രസിഡന്റ് ആ സമയത്ത് US പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ US ഗോൾഡ് കൺവേർട്ടബിലിറ്റി അത് സീസ് ചെയ്തു. അങ്ങനെ 1960s US ഡോളർ എന്താണ് അതിന്റെ സ്വന്തം വാല്യൂ ഹോൾഡ് ചെയ്യാനായിട്ട് അതിന് സാധിച്ചില്ല. കാരണം ഈ കാണുന്ന ഇത്രയും കൺട്രീസിന്റെ കറൻസി അത് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് US ഡോളറിനെ ബേസ് ചെയ്തായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേക്കും അതായത് US ഡോളർ അതിന്റെ വാല്യൂ ഹോൾഡ് ചെയ്യുന്നതിൽ ഒരു സ്ട്രഗിള് നേരിടേണ്ടി വന്നു. സോ ഈ ഒരു സമയത്ത് എന്താണ് US എന്ന് പറയുന്നത് ഗോൾഡ് നിക്സൺ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യുഎസില് ഗോൾഡിന്റെ ആ ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ യുഎസിന്റെ ഗോൾഡ് റിസർവ് ഈ ഒരു വാല്യൂ ഓഫ് ഡോളർ സർക്കുലേഷനുള്ള വാല്യൂ ഓഫ് ഡോളർ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. US ഡോളർ റിസർവ് ഗോൾഡ് റിസർവ് കുറവായിരുന്നു. അപ്പൊ ഇക്കോണമിസ്റ്റ് എന്ത് ചെയ്തു? റിവൈറ്റലൈസ് ചെയ്തു ബ്രിട്ടൻ വുഡ് എന്താണ് അറ്റംപ്റ്റ് ടു റിവൈവ് അതായത് ബ്രിട്ടൻ വുഡ്സ് അങ്ങനെ ആ ഒരു കൊളാപ്സ് അവിടെ വരികയാണ് കേട്ടോ. ഒരു 73 ബ്രിട്ടൻ വുഡ് അഗ്രിമെന്റ് കൊളാപ്സ് ചെയ്തു. കാരണം ഇങ്ങനെ ഒരു ഷോർട്ടേജ് ഓഫ് ഗോൾഡ് ഇൻ യുഎസിലുള്ള ആ ഒരു ഗോൾഡിന്റെ ഷോർട്ടേജ് കാരണം. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണ് ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റ് ഫെയിൽ ചെയ്തു. അതിനുള്ള റീസൺസ് പോയിന്റ് വൈസ് പറയുകയാണെ. അത് ഗോൾഡ് റിസർവിലുള്ള ഒരു ഷോർട്ടേജ് ഒരു റീസൺ ആണ്. പിന്നെ പോസ്റ്റ് വിയറ്റ്നാം വാർ 1960s ശേഷമുള്ള അതായത് 60s പോസ്റ്റ് വിയറ്റ്നാം വാർ US എന്താണ് ഇൻഫ്ലേഷൻ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടായി. അതിന്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് യുഎസിന്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് വളരെ കുറവാണ്. ഗവൺമെന്റ് എന്താണ് ഈ ഒരു സിസ്റ്റം അതായത് കോൾ ഓഫ് ചെയ്യാൻ അതായത് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുപോലെ ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം BOPയുടെ കേസിൽ ഇവർക്ക് എന്താണ് സാധിച്ചിരുന്നില്ല. ഇനി യുഎസിന്റെ BOPയിൽ ഒരു ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഹ്യൂജ് ഡിമാൻഡ് എന്താണ് വേൾഡ് വൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ഡിമാൻഡ് ഫോർ US ഡോളറിനുള്ള ഡിമാൻഡ് കൂടി. പക്ഷെ എന്താണ് ലിക്വിഡിറ്റി ഇഷ്യൂസ് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. BOPയിൽ ഡെഫിസിറ്റ് ഒക്കെ വന്നു. US ഡോളർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിസർവ് കറൻസി ആയിരുന്നു അല്ലെ. അപ്പം ഈ ഇന്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ഇഷ്യൂസ് മറ്റ് നേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നു. മറ്റ് നേഷൻസ് ബിലീവ് ചെയ്തിരുന്നത് ഈ ഒരു സിസ്റ്റം എന്താണ് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് യുഎസിന് കൊടുത്തിരുന്നു എന്നാണ്. പക്ഷെ എന്താണ് US ഈൽഡ് എന്താണ് ഒരു ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ അവര് ഇന്റർനാഷണലി അല്ലെങ്കിൽ എന്താണ് അവർക്ക് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ ഒരു സിസ്റ്റം അതായത് ബ്രിട്ടൻ വുഡ് സിസ്റ്റം യുഎസിന് നൽകിയിരുന്നത് എന്നുള്ളൊരു മറ്റ് രാജ്യക്കാരൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ദെൻ ഇൻഫ്ലേഷന്റെ ഫലമായിട്ടും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു ഗോൾഡ് ഡോളർ കൺവേർഷൻ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. ഇപ്പൊ ബ്രിട്ടൻ വുഡ് ബ്രേക്ക് ഡൗണിന് ശേഷം കൺട്രീസ് അവരുടെ പെഗ് കറൻസീസ് US ഡോളർ അല്ലെങ്കിൽ ഗോൾഡ് പ്രൈസിനെതിരെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ കോയിൻസ് എന്ന് പറയുന്നത് ഫ്രീ ടു ഫ്ലോട്ട് ആൻഡ് ഫ്ലക്ച്വേറ്റഡ് വിത്ത് മാർക്കറ്റ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. സോ സെൻട്രൽ ബാങ്ക് ഒരു സപ്ലൈ ഓഫ് മണി അവരുടെ റെസ്പെക്റ്റീവ് കൺട്രീസിലുള്ള അവരുടെ സെൻട്രൽ ബാങ്ക് ഒരു മണി സപ്ലൈ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ബ്രിട്ടൻ വുഡിന്റെ കൊളാപ്സ് കാരണം വേൾഡിൽ എന്താണ് ഓയിൽ ഷോക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ എന്താണ് എക്സ്പെൻസീവ് ഓയിൽ പ്രൈസസ് അതും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് അല്ല ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റില് കറൻസീസ് എന്താണ് ഒരു എക്സ്പെൻസീവ് ഓയിൽ പ്രൈസസ് ഒക്കെ എന്താണ് അബ്സോർവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു.